അല്ലേ? നമ്മൾ കാരണം മറ്റൊരാൾക്കൊരു ഹയർ ഉണ്ടാവുകയാണെങ്കിൽ അത് പടച്ചോൻ അത് മറ്റൊരാളിൽ കൂടെ നമുക്ക് തിരിച്ചു തരും. അത് ചിലപ്പം ഉടനെ കിട്ടും, ചിലത് കുറച്ചൊക്കെ ലേറ്റായിട്ട് കിട്ടും. ഈ ഒരു അവസ്ഥയാണ് കർമ്മ എന്ന് പറയുന്നത്, അല്ലേ? ഗുഡ് കർമ്മയും ഉണ്ട്, ബാഡ് കർമ്മയും ഉണ്ട്. നമ്മൾ കേട്ടിട്ടുള്ളതാണ് ബാഡ് കർമ്മയെ കുറിച്ച്. നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് ബാഡ് കർമ്മയും കൂടെയാണ് കേട്ടോ. എന്തെന്നറിയോ, നമ്മൾ എന്ത് ചെയ്യുന്നു അത് അതേ രീതിയിൽ ഭൂമി പോലെ തിരിച്ചു വരും. ഇതൊരു ബാഡ് കർമ്മയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മൾ കാരണം മറ്റൊരാൾ വിഷമിക്കുന്നൊരവസ്ഥ, മറ്റൊരാളുടെ കണ്ണീര് ഉണ്ടാവുന്നൊരവസ്ഥ, നമ്മളെ കാരണം ആരെങ്കിലുമൊക്കെ വേദനിക്കുന്നൊരവസ്ഥയെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കി. സുബ്ഹാനല്ലാഹ്, അല്ലേ? അത് നമ്മൾക്ക് ചിലപ്പോൾ നേരത്തെ തന്നെ കിട്ടും, ചിലപ്പോൾ കുറച്ച് ലേറ്റായിട്ടാണെങ്കിൽ നമ്മളോട്ട് തിരിച്ചെത്തും. സോ നമ്മൾ കാരണം ആരെങ്കിലും കണ്ണ് കലങ്ങിയിട്ടുണ്ടെങ്കിൽ, നമ്മൾ കാരണം ആരുടെയെങ്കിലും ചങ്കൊന്ന് ഇടിച്ചിട്ടുണ്ടെങ്കിൽ, അവർ പടച്ചവനോട് ഡയറക്റ്റാണ് കോണ്ടാക്ട് ചെയ്യുന്നത്. പടച്ചവനോട് പറയും, അള്ളാഹു അവർ കാരണം ഞാൻ വിഷമിച്ച് പോയി എന്ന് പറയുന്നൊരവസ്ഥ. അതിന് ഉറപ്പായിട്ട് അതിൻ്റെ റിസൾട്ട് നമ്മളെ തേടി വരും. ചിലപ്പോൾ അതിൻ്റെ കർമ്മ ഫേസ് ചെയ്യുന്നത് നമ്മളായിരിക്കില്ല, നമ്മളെ മക്കളായിരിക്കും. സോ നമ്മൾ ആ ഒരു ചിന്ത നമ്മളെ മൈൻഡിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. നമ്മൾ ചെയ്തതിൻ്റെ റിസൾട്ട് പടച്ചോൻ എന്തായാലും നമുക്ക് തിരിച്ചു തരും. സോ നമ്മളത് ചിന്തിച്ചിരിക്കണം, ബിവെയർ ആയിരിക്കണം. സോ നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് സഹായം ചെയ്തു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും നമ്മൾ കാരണം മറ്റൊരാൾ വിഷമിക്കുന്ന ഒരവസ്ഥയിലോട്ട് പോകുന്ന ഒരവസ്ഥയിലോട്ട് നമ്മൾ പോവാതിരിക്കുക എന്നൊരു കാര്യമാണ്. സോ നമ്മളെ കൊണ്ട് മറ്റൊരാൾക്കും വിഷമം ഉണ്ടാവണ്ട, നമ്മളെ കൊണ്ട് ഹയർ ഉണ്ടാവട്ടെ, അല്ലേ? നമ്മുടെ ചിന്തകൾ കൊണ്ട്, നമ്മളെ പെരുമാറ്റം കൊണ്ട്, നമ്മുടെ സംസാരം കൊണ്ട്, നമ്മുടെ പ്രസൻസ് കൊണ്ട് അവർക്ക് തോന്നണം അവരെ കൊണ്ട് നമുക്ക്, അവർ നമ്മളെ കാണുമ്പോൾ ചിലരെ കാണുന്നത് തന്നെ സന്തോഷമാണ്. കണ്ടു കഴിഞ്ഞാൽ മതി, അൽഹംദുലില്ലാഹ് ഞാൻ നിന്നെ കാണാൻ വേണ്ടി ഇത്രയും കാത്തിരിക്കുവാണ്. ചിലർ പറയലുണ്ട് എനിക്ക് നിന്നെ കണ്ടത് തന്നെ വളരെ സന്തോഷമാണ്. ചിലർ പറയും ചിലരുടെ സംസാരം എനിക്ക് നിങ്ങളുടെ സംസാരം കേട്ടപ്പോൾ മതി, അൽഹംദുലില്ലാഹ്. ചിലർ പറയും നീ അടുത്ത് വന്നപ്പോൾ തന്നെ എനിക്ക് എന്തോ ഒരു ഭയങ്കര ഫീലിങ്സാണ്, ഭയങ്കര ഒരു സമാധാനം ഫീൽ ചെയ്യുന്ന എനിക്ക് പറയാം. സോ ആ ഒരു രീതിയിലുള്ള റൂഹുകളായിട്ട് നമ്മൾ മാറണം എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. നമ്മൾ ചെയ്യുന്നത് ഒരു കണ്ണീര്, നമ്മൾ കാരണം ആർക്കെങ്കിലും ഒരു കണ്ണീരുണ്ടാവുന്ന അവസ്ഥയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഒരു ഉമ്മാൻ്റെ കണ്ണ് നിറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മകൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ആ ഉമ്മ ചെയ്യുന്ന ദുആക്ക് അത്രത്തോളം ഇജാബത്തുണ്ട്. ആ ഒരു കർമ്മ തിരിച്ചു വരുന്നത് ചിലപ്പോൾ ആ വ്യക്തിയിലോട്ടായിരിക്കില്ല, ചിലപ്പോൾ ആ സറൗണ്ടിങ്സിലായിരിക്കും, ചിലപ്പോൾ ആ ഫാമിലിയിലുള്ളവരെ മുഴുവൻ തകിടം മറിച്ച് കളയാൻ അത്രയും ഒരു പവർ ആ കണ്ണീരിനുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ അല്ലെങ്കിൽ നമ്മളിൽ വന്നു പോകുന്ന മിസ്റ്റേക്സ് ആരും കാണില്ലല്ലോ എന്ന് വിചാരിച്ചായിരിക്കും ആ ചെയ്യുന്നവർ ചെയ്യുന്നത്. പക്ഷെ ആരും കണ്ടില്ലെങ്കിലും മുകളിലൊരുവൻ എല്ലാം കാണുന്നുണ്ട്. സോ അത് ഇന്നല്ലെങ്കിൽ നാളെ ഉറപ്പായിട്ട് തിരിച്ചു വരുന്ന ഒരൊറ്റ സംഭവമാണ് ഈ കർമ്മ എന്ന് പറയുന്നത്. സോ നമ്മൾ കാരണം മറ്റൊരു റൂഹം വേദനിക്കേണ്ട ഈ ദുനിയാവിൽ, നമ്മളെക്കൊണ്ട് മറ്റുള്ളവർക്ക് സമാധാനം ഉണ്ടാവുന്നൊരു റൂഹാവട്ടെ എന്ന്